BJPയെ പൂട്ടാനായിരിക്കും ഈ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിന്ന കോക്രോച്ച് അല്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി. അതിനെ ഇപ്പം അവർക്ക് പൂട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അതൊരു കൗതുകമുള്ള കാര്യമാണല്ലോ ഈ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആപ്പിന്റെ പാറ്റാ പാർട്ടി എന്നാണ് പറയുന്നത്. ആപ്പുകാര് വെട്ടിലായി കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം പഞ്ചാബിലൊക്കെ അവരുടെ MP മാരെയൊക്കെ BJP എടുത്തല്ലോ. അപ്പോൾ പഞ്ചാബ് ഇനിയിപ്പോൾ ഇലക്ഷൻ വന്നാലും വലിയ രക്ഷയൊന്നുമില്ല, അവിടെയും പൂട്ടും. അപ്പോൾ ഡൽഹി പൂട്ടി. അപ്പം മോദിയെ ഒന്ന് പൂട്ടണം ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ കറക്ക് കമ്പനിയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. കാരണം അവർ ആ വിധത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊരു പാർട്ടിയേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. പിന്നെ ഈ അഭിജിത്ത് ദീപക് എന്ന് പറയുന്ന ഇതിലെ കക്ഷി, ഇതിൻ്റെ ഈ പേജ് ക്രിയേറ്റ് ചെയ്ത ആള്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആള് ആം ആദ്മി പാർട്ടിയുടെ പഴയ സോഷ്യൽ മീഡിയയുടെ ഇൻചാർജ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവിടുന്ന് പോയി USA ചെന്ന് USA നിന്നാണ് ഈ പരിപാടി ഓപ്പറേറ്റ് ചെയ്തത്. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായ പോലെയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു ആൾക്ക് പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന വിഷമൊന്നുമില്ല, 1 മിനിറ്റ് മതി, ആർക്ക് വേണോ ചെയ്യാം. പക്ഷേ ഇത് ഇത്രയും വിഷ്വലൈസ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ദീർഘവീക്ഷണത്തോടെ യുവാക്കളെ, പ്രത്യേകിച്ച് ഈ ലേസി യൂത്ത്സ്, അവരെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിന് നമ്മുടെ സൂര്യകാന്ത് അബദ്ധത്തിനെ കണ്ട് ഏതോ വരെ ഉദ്ദേശിച്ച് പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ ലേസി പിള്ളേർ പാറ്റകളെ പോലെയാണ് എന്ന് പറഞ്ഞൊരു പ്രയോഗം അദ്ദേഹം നടത്തി. അതിനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പിന്നീട് അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ മുഴുവൻ യൂത്തിനെ ഉദ്ദേശിച്ചല്ല. അവിടെ ഡൽഹിയിൽ കുറേ LLB-കാരുണ്ട്. ഈ വ്യാജ LLB, അല്ലാത്ത LLB ഒക്കെ എടുത്ത് കുറേ പേര് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അവർ പണിയില്ലാതെ കറങ്ങി നടന്ന് പല കുത്തിരിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ മൊത്തത്തിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും ഇവർ, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പെടലിൽ വെച്ചുകൊണ്ട് ഇവർ ആ അവസരം മുതലാക്കി കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചതായിട്ട് ഒരു പേജ്, വേറെ ഒന്നുമില്ല. അധികവും സറ്റയർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കൂടെ കിടന്നവനെ രാപ്പനി അറിയാവുന്ന പറഞ്ഞ പോലെ വേണു ഈ കൂടെ നിന്നതാണ്, ആ കൂടെ ഒരു സ്ഥാനവും വഹിച്ചതാണ്. അതെ അതെ. ഇതിൻ്റെ ഏതെന്ന് വെച്ചാൽ ഫ്രീ, അതായത് ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഫ്രീ, വളരെ മോഡേൺ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫ്രീ ഹെൽത്ത്, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഈ ലേസി യൂത്തിന്, സത്യം പറഞ്ഞാൽ ഈ ലേസി യൂത്തിന് ഇതൊക്കെ ഇഷ്ടപ്പെടും. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത്, ഫ്രീ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എല്ലാവരും കൊടുക്കണമെന്നാണ്. ശരീരം അനങ്ങുന്നില്ല, ശരീരം അനങ്ങണ്ട, മനസ്സ് അനങ്ങണ്ട. ഈ ഒരുപാട് സ്വപ്നജീവികൾ ഈ സോഷ്യൽ മീഡിയ കയറിയിട്ടുണ്ടല്ലോ, അവരെല്ലാം സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. കാരണം അവർ കഥ കടച്ചിരുന്ന് ഈ ജീവിതത്തിൻ്റെ പ്രധാന സമയം ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനുണ്ട്. ആ പാർട്ടികളെ എല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് ഇവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നമ്മുടെ BJP-യുടെ അക്കൗണ്ടിനേക്കാൾ കൂടി, ആ ആപ്പിൻ്റെ അക്കൗണ്ടിനേക്കാൾ കൂടി, കോൺഗ്രസിൻ്റെ അക്കൗണ്ടിനേക്കാൾ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു പബ്ലിസിറ്റി ആയിരുന്നു. ഇന്ത്യയിലെ വിവിധ ചാനലുകളെല്ലാം ചാടി വീണു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കരമാണ്, ഇവിടെ ഇപ്പോൾ ജെൻസി കലാപം ഉണ്ടായിക്കളഞ്ഞു. ജെൻസി കലാപം പോയിട്ട് ഇവർക്ക് ഒരു ചായക്കോപ്പയിലെ ഒരു ആവിക്കാറ്റ് പോലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അതിനൊന്നുള്ള കെൽപ്പുള്ളവരല്ല. ഇത് ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് കയറി ഞങ്ങൾ ചെയ്തതാണ്. ആരോ മുമ്പ് പറഞ്ഞ പോലെ ഈ ചില ഇക്കിളി വിഷയങ്ങൾ ഇട്ടുകൊടുത്താൽ ആൾ കയറിയും കൊത്തും. ഈ സ്വയംഭോഗത്തിൻ്റെ 101 വഴികൾ എന്നും പറഞ്ഞൊരു സാധനം ഒരുത്തൻ ഇട്ട് കൊടുത്താൽ ലോകത്തും, അത് ഇംഗ്ലീഷിൽ നല്ല രീതിയിലൊക്കെ ടൈപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ പേരും അതിനകത്തും കയറും. കാരണം ഇത് 101 വഴികളുണ്ട്, ഇതിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഇങ്ങനെ ചില കുറുക്ക് വഴികൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പലരും ഇങ്ങനെയാണ് കാശുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റാ പാർട്ടി ഇത് തന്നെയാണ്. ഈ പാറ്റാ പാർട്ടിയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. അല്ലാതെ അവർക്ക് വേറൊരു സ്വപ്ന ലോകത്തെ ജീവികളെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമ്മുടെ മെയിൻ ചാനൽ മാധ്യമങ്ങളും ഇവിടുത്തെ ചില BJP വിരുദ്ധരും ഒക്കെ ഇത് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അടിയാവും, ജെൻസികളെല്ലാം കൂടെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വലിയ വിപ്ലവം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പൊ അത് പൂട്ടിച്ചത് തന്നെ ഉടനെ തന്നെ അവർ അടുത്ത ദിവസം വേറെ കോക്രോച്ച് വീണ്ടും തുറന്നു പറഞ്ഞുകൊണ്ട് വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ അതിൽ ഇതുപോലെ ആളുകൾ കയറുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എങ്ങനെയെന്ന് അറിയാമോ, ഇത് ലോകത്തെ ഇന്ത്യയിലെ ഏജൻസികളല്ല ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏജൻസികൾ 9% ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിൻ്റെ 49% പിന്നെ പാകിസ്ഥാനികളാണ്. പക്ഷെ അവിടെ തൊഴിലില്ല, അവിടെ മറ്റ് സൗകര്യങ്ങളില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ്. പിന്നെ ഇവിടെ ഇപ്പം പിന്നെ നമ്മുടെ നീറ്റ് പരീക്ഷയിലെ അപാകതയൊക്കെ കൊണ്ട് കുറച്ച് പേര് ദുഃഖിതരായിട്ടുണ്ട്. അവരും കുറേ പേരൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു 9% ഇവിടുന്നുണ്ട്. പിന്നെ USA 3% ഉണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് 3-4% ഉണ്ട്. ഇങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ട് കുറച്ച് പേര്. ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ട്വിറ്റർ അക്കൗണ്ടിൽ ഇത്രയും. അപ്പം ഞാനും ആദ്യം വിചാരിച്ചു ഇന്ത്യയിൽ ഇത്രയും പേര് കയറി ഒറ്റ ദിവസം കൊണ്ട് BJPയുടെ ട്വിറ്റർ അക്കൗണ്ടിനെ വെട്ടിക്കുന്ന വിധത്തിലൊരു സംഗതി വന്നെങ്കിൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് ഇത് ലോകം മുഴുവനാണ്, അധികവും പാകിസ്ഥാനികളാണ് കയറിയിരിക്കുന്നത്. 49% പാകിസ്ഥാനികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് അവരുടെ വാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. 50% റിസർവേഷൻ ഫോർ വുമൺ. ഇതൊക്കെ ആപ്പിന് വില വയ്ക്കുന്ന ചില രീതികളുണ്ട്. കാരണം ഈ സ്ത്രീകൾക്ക് 3-1 സംവരണം കൊടുക്കാമെന്ന് മോദി പറഞ്ഞ് എല്ലാവരും തൃപ്തിയായി കൈയടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് മോദിയുടെ ക്രെഡിറ്റിലാണ് അത് വരിക. അപ്പോൾ അതിനേക്കാൾ വലുത് പറയാം. ഇവിടെ സ്ത്രീകൾക്ക് പിന്നെ ബസ്സിൽ സൗജന്യം എന്ന് പറയുമ്പോഴേ ഒരാൾ പറയും അതല്ല, പിള്ളേർക്കും കൂടെ കൊടുക്കണം, സ്ത്രീകളെക്കാൾ ഇമ്പോർട്ടൻറ്റ് കുട്ടികളാണ്, കുട്ടികൾക്ക് കൊടുത്തിട്ടേ മറ്റേ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവനൊരു ശ്രദ്ധ. അന്നത്തെ ഒരു ക്യാപ്ഷൻ അതായിരിക്കും, കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഇന്ന ആൾ പറഞ്ഞു, ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഹെഡ്ലൈൻ വരാൻ വേണ്ടിയിട്ട്. ഇത്തരം ഹെഡ്ലൈൻ പരിപാടികളാണ് ഇതിനകത്ത് മുഴുവൻ ഉദ്ദേശിച്ചത്. 50% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം. ഏത് നിയമസഭയിൽ കൊടുക്കണം, പാർലമെന്റിൽ കൊടുക്കണം, ക്യാബിനറ്റിലും കൊടുക്കണം. 50%. ഈ ക്യാബിനറ്റിൽ ആളെ നിശ്ചയിക്കുന്ന അയാളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തില്ലേ. ഇപ്പം മോദി റീഷബിൾ ചെയ്യാൻ പോവാ, ഗുണമില്ലാത്ത എല്ലാത്തിനും എടുത്ത് കളയാൻ പോവാ. കാരണം എന്ന് വെച്ചാൽ യൂസ്ലെസ്സുകൾ ഇരുന്ന രാജ്യം മുടിഞ്ഞു പോവില്ലേ. ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡല്ലേ ഇന്ന് ലോകം എന്ന് പറയുന്നത്. ലോകത്ത് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലമാണ്. മറ്റു രാജ്യത്തെ ആക്രമിച്ച് ധനമുണ്ടാക്കാൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന സമയമാണ്. ഇപ്പോൾ USA ഇത് ചെയ്യുമ്പോൾ ചൈന പറഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്യാൻ പോവാ, ഞങ്ങൾ ഹോങ്കോങ്ങിനെ ഇപ്പോൾ കീഴടക്കും, പിടിച്ചെടുക്കും, പറ്റുമെങ്കിൽ ജപ്പാനെയും കൂടെ എടുക്കും. ചൈനക്കാരുള്ളടം മൂക്ക് ചപ്പിയാനുള്ളടം മുഴുവൻ ഞങ്ങളുടേതാണെന്ന് അവർ പറഞ്ഞു. അവരല്ല ഞങ്ങളുടെ ജനസം. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരിക്കുന്നത് ആ ആത്മയുടെ തകർച്ച കാരണമാണ്. ആ തകർച്ച കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള വ്യാഖ്യാനം. അതായത് ഇപ്പം ഞങ്ങളെ വില വെച്ചാൽ തിരിച്ചൊരെണ്ണം അടിച്ചു തരാം. അപ്പൊ വേറൊരു രൂപത്തിൽ വേറൊരു രൂപത്തിൽ ഒരു സാധനം അവതരിപ്പിച്ചിട്ട് പിന്നെ ഇത് BJPക്ക് ഭീഷണി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മീഡിയകളെല്ലാം അടിക്കുകയാണ്. മഹുവ മൊയ്ത്ര ഇതിനകത്ത് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മഹുവ മൊയ്ത്രയ്ക്കൊന്നും വേറെ പണിയില്ല. ഇനിയിപ്പം ബംഗാളിൽ കുറേ നാളത്തേക്കൊന്നും ഒരു പരിപാടിയും കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് മഹുവ മൊയ്ത്ര ചേർന്നിരിക്കുന്നു ഈ ട്വിറ്റർ അക്കൗണ്ടിൽ. അപ്പോൾ മഹുവ മൊയ്ത്രയൊക്കെ ഇനിയിപ്പോൾ ഈ ഏജൻസികളുടെ രൂപമായിട്ട് വരാമെന്നുള്ളതാണ് ധരിക്കുന്നത്. ഇത്തരം വിപ്ലവങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിലൊട്ടും നടക്കില്ല, ഇന്ത്യയിലും ഇത് നടക്കില്ല. കാരണം ഇവിടെ ജെൻസി ഇതെല്ലാം ലേസി യൂത്താണ്. ലേസി യൂത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് ഈ സ്വപ്ന ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. സ്വപ്ന ലോകത്ത് എല്ലാം ഫ്രീ കിട്ടുന്ന ഒരു ലോകം. സ്ട്രോങ് പബ്ലിക് സ്കൂൾ, എക്സലന്റ് ലൈബ്രറി, എക്സലന്റ് പിന്നെ ലബോറട്ടറി, ബ്രെയിൻ ഡ്രെയിൻ അവസാനിപ്പിക്കണം. ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത് മുഴുവൻ അവസാനിപ്പിച്ച് ഇവിടെ അവർക്ക് ക്വാളിറ്റി അമേരിക്കയുടെ നിലവാരത്തിലുള്ള ജോലി കൊടുക്കണം. എന്നിട്ട് അവർക്ക് അതിന് തക്ക ശമ്പളം കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള മിക്സഡ് എക്കോണമി നിലനിർത്തുകയും വേണം. അതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിന് ബൂസ്റ്റും കൊടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? ഇതൊക്കെയാണ് പറയുന്നത്. അതായത് നമുക്ക് സ്വപ്നം കാണുന്നതിന് അതിരില്ലല്ലോ. നമുക്ക് എന്ത് വേണോ സ്വപ്നം കാണാം. ടാക്സ് കൊടുക്കണം. നമുക്കിപ്പോൾ പറയാമല്ലോ, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും എയർപോർട്ട് വേണം. ആർക്ക് പറഞ്ഞുകൂടാത്ത? ഇന്ത്യ എല്ലാ നഗരങ്ങളിലും എയർപോർട്ട് വേണം. അവിടെ ചീപ്പായിട്ടുള്ള എയർ ടിക്കറ്റ്, അതായത് ബസ്സിന്റെ അതേ ഇതിലുള്ള എയർ ടിക്കറ്റ് ഏർപ്പെടുത്തണം. ബാക്കി വരുന്ന പൈസ സർക്കാർ വഹിച്ചോണം. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ ആർക്കും പറ്റും. ഈ സ്വപ്നം കാണുന്ന സ്വപ്നജീവികൾ ഇതെല്ലാം നടപ്പിലാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഇതിനകത്ത് കയറുകയും ചെയ്യും. വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് നമുക്ക് അറിഞ്ഞൂടെ. ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനം എവിടെയാണ് പറ്റുന്നത്? നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന ശമ്പളം മുഴുവൻ ടാക്സ് കൊടുക്കാനേ തികയുള്ളൂ. ഈ ഫ്രീ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് വരുന്നത്? ഈ ഖജനാവിലെ ഫ്രീ എവിടെയാണ് വരുന്നത്? ഇപ്പം നമ്മൾ പെൺകുട്ടികൾ, സ്ത്രീകൾക്ക് ഇവിടെ KSRTC ബസ്സിൽ ഫ്രീ എന്ന് പറയുന്നു. ഈ ഫ്രീ ആരാ തരുന്നത്? ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരൻ തരൂല്ല, ട്രാൻസ്പോർട്ടിലെ MD തരൂല്ല, മന്ത്രി തരൂല്ല, മുഖ്യമന്ത്രി തരൂല്ല. പിന്നെ ആരാ ഇത് തരിക? ഞാനും നിങ്ങളും ഖജനാവിലേക്ക് ഇട്ട പണത്തിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത്. അതെ, ഇത് ജനത്തിന് ഈ വിവരമില്ലാതെ എന്ത് ചെയ്യും? എല്ലാം ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത്. ഈ കോക്രോച്ചിന്റെ മുദ്രാവാക്യം അതാണ്. ഇത് യഥാർത്ഥ പാറ്റകൾ തന്നെയാണ് കേട്ടോ. പാറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടും, കാരണം അഴുക്ക് ചാലിൽ ഇരുന്ന് നക്കാൻ കിട്ടും. അതേ നക്കാൻ പറ്റുള്ളൂ. അല്ലാതെ
ക്വാളിറ്റി സാധനം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നമ്മൾ മെയ്യനങ്ങി പണിയെടുക്കണം. അതിന് യുവാക്കളെ അതിന് പ്രേരിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പണി. എല്ലാവർക്കും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നിങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്താൽ പലിശരഹിത വായ്പ പോലും നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യൂത്തിനെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിനെ തകർക്കാനാണ് ഈ ജെൻസി വരുന്നത്. ഈ ലൈസി ജെൻസിയുടെ ഉദ്ദേശം അതാണ്. അങ്ങനെ ഒന്നും പണിയൊന്നും എടുക്കണ്ട, നീ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതെല്ലാം സർക്കാർ ഫ്രീ ആയിട്ട് തരണം എന്നാണ് അവര് വാദിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇന്ത്യയിൽ വരണം എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മോസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഫ്രീകളാണ് അവർ പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് പൂർണ്ണമായിട്ട് നിർത്തലാക്കണം. ഇതൊക്കെ സ്വർഗത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. അവിടെ പണിയില്ലാതെ നാരദനൊക്കെ ഇങ്ങനെ ചുമ്മാ നടപ്പുണ്ട്, ഏഷണിയും പറഞ്ഞുകൊണ്ട്. ഒരിടത്തും അൺഎംപ്ലോയ്മെന്റ് പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ലോകത്ത് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പാറ്റാ പാർട്ടി, ഇതിന് ആളെ കിട്ടും. കാരണം ഇത്തരം ഇന്നത്തെ കാലത്ത് ഇത് നല്ലപോലെ വിൽക്കുന്നുണ്ട്. ഇപ്പം ട്രംപ് എങ്ങനെയാ അധികാരത്തിൽ വന്ന്? ട്രംപ് പറഞ്ഞത് അമേരിക്കയെ ഞാൻ നമ്പർ 1 ആക്കും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവസാനം ഇപ്പം ഇറാനുമായിട്ട് അടിക്ക് പോയി കടക്കണിയിലാകുന്ന ലക്ഷണമാണ് അമേരിക്ക. ഓരോ ദിവസവും അവർക്ക് പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ യുദ്ധം നിർത്തിയിരിക്കുന്നത്. ഈ യുദ്ധം എന്തിനു നടത്തിയെന്ന് ചോദിച്ചാൽ ട്രംപിന് പറഞ്ഞുകൂടാ, പട്ടാളത്തിന് പറഞ്ഞുകൂടാ. ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലെ സ്വപ്ന ലോകത്ത് എന്തും പറഞ്ഞ് അധികാരത്തിൽ വരുന്നവരാണ് ലോകത്ത് അധികവും. ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിയുള്ള കുട്ടികളെങ്കിലും, ഞാൻ പറയുന്നത് ജെൻസികൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതല്ല, ജെൻസികൾക്ക് പ്രാധാന്യം കൊടുക്കണം. അവരുടെ കൺസേൺ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഒരു കാര്യത്തിൽ ചോദിക്കുന്നു, നീറ്റ് പരീക്ഷയിൽ അപാകത വന്നത് പ്രശ്നം തന്നെയാണ്. കാരണം മര്യാദയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ചങ്ക് പൊളിഞ്ഞു പോണ കാര്യമാണ്. അവൻ 1-2 വർഷം കിടന്ന് കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ എഴുതി അതിൽ ഞാനാണ് ഒന്നാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചുളുവിൽ 180 ചോദ്യമുള്ളതിൽ 150 എണ്ണം ഒരുത്തന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ടോപ്പ് റാങ്കിൽ എത്തിക്കുക എന്ന് പറയുന്ന ആ സംവിധാനം പൊളിച്ചെഴുതിയേ പറ്റുള്ളൂ. ഒരു ചെറിയ അപാകത പോലും അതിനകത്ത് വരാത്ത വിധത്തിലാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ലോകത്തെ എല്ലാത്തിനെയും തകിടം മറിക്കുന്ന വേറൊരു സംവിധാനം പാറ്റാ പാർട്ടി ഉണ്ടെന്ന് എല്ലാവരുടെയും വായിൽ പാറ്റ ഗുളിക തരുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നടക്കുന്നത്? യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലേസി ജെൻസിയെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരുപാട് പേരുണ്ടെന്ന് ഇങ്ങനെ. നമ്മൾ എന്തെങ്കിലും കണ്ട്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഓരോ ചാനലിൻ്റെ കാര്യം, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ചാനലിനുണ്ടാക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് പിന്നെ പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. സെക്സിൻ്റെ പേരിൽ എന്തെല്ലാം പേജുകളാണ്, അതിനൊക്കെ എത്രയാണ് വ്യൂവർഷിപ്പ്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെക്സിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും വ്യൂവർഷിപ്പ് ഭയങ്കരമാണ്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു സാധനമാണ് മടി എന്ന് പറയുന്നത്, മടിയൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സെക്സാണ്. പിന്നെ രണ്ടാമത്തേത് പുതച്ചുകൂടി കിടന്നുറങ്ങുന്ന മറ്റൊന്നാണ്. ഇതുപോലത്തെ ഇക്കളി സാധനങ്ങൾ, രോമാഞ്ചം കൊള്ളിക്കുന്ന സാധനങ്ങൾ, മെയ്യനങ്ങാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ ഗുണമാണ്. അവരെല്ലാം ചെന്നും പേജ് കയറി രജിസ്റ്റർ ചെയ്യുന്നിരിക്കും, ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്നിരിക്കും. അതുകൊണ്ടൊന്നും ഇന്ത്യയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നില്ല. പാറ്റയെ ഹിറ്റ് ഉപയോഗിച്ച് അടിച്ചു നോക്കും.